ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇരുട്ടത്ത് എന്നല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം അതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുട്ട് വേണം. അതുകൊണ്ടാണ് ഇരുട്ടത്ത് എന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതല്ലേ ഞാൻ കാണിച്ചു തരാം. സംഭവം എങ്ങനെയുണ്ട്? ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു കവറാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു എഴുത്തൊന്നും ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് ഒരു സ്കെയിലൊക്കെ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള സൈസിലെടുക്കാം. ഇപ്പോൾ ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പെയിൻറ്റ് പാത്രത്തിൻ്റെ അടപ്പാണ്. അപ്പോൾ എങ്ങനെ വേണം എടുക്കുക. എൻ്റെ കയ്യിൽ ഒരു പെയിൻറ്റ് പാത്രത്തിൻ്റെ അടപ്പാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പീസ് അതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ ജസ്റ്റ് അളവ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ആ കൂടുതലുള്ള ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, സംഭവം റെഡി ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് സർക്കിൾസാണ് ഇടുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, എഴുതണമെങ്കിൽ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കുറച്ച് സർക്കിൾസ് ഇടുകയാണ്. നമ്മുടെ സാധാരണ പെന്ന് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നേരെ ഈ അടപ്പിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ സാധാ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ഒട്ടിക്കാം, ഒട്ടിയാൽ മതി. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് മെഴുകുതിരിയാണ്. അപ്പോൾ മെഴുകുതിരി കൂടി ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു റോസ് കളറായിരുന്നു, പക്ഷേ മെഴുകുതിരിയൊക്കെ എത്തുമ്പോൾ നല്ല റെഡ് പോലെ തോന്നുന്നുണ്ട്. ഒരു പ്രാണി വന്നിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ എണ്ണമല്ല, 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ പറ്റുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാൽ ശരി, അടുത്ത വീഡിയോ.